ഹലോ ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഒരു പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നൊരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ കൊണ്ട് ഞാനിത് എൻ്റെ ഒരു +2 മാത്സിൻ്റെ ഒരു സ്റ്റഡി വ്ളോഗ് ചെയ്യാനായിരുന്നു. ഞാൻ 3 ദിവസമായി വ്ളോഗ് ഇട്ട്. എനിക്ക് പിന്നെ ഹെൽത്തിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പോൾ ഗായ്സ്, പിന്നെ നമ്മുടെ കെമിസ്ട്രി എക്സാം റിവ്യൂ പറയണോ വേണ്ട എന്ന് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരു പോൾ ഇട്ടുണ്ട്. ഇപ്പം എത്രത്തോളം ഇസ് വരും അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും. കാരണം എനിക്ക് ഈ ഒരു എക്സാം എന്നോട് കഴിഞ്ഞപ്പോഴേക്കും നല്ലതുപോലെ ക്ഷീണം എല്ലാം ആയി. അത്രയ്ക്കും നല്ല എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ക്ഷീണവും കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. ഇത്രയും നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റാണ് നമ്മുടെ ഇതിനെക്കുറിച്ച് പറയാം. മാത്സ് എക്സാമിൻ്റെ റിവ്യൂ, മാത്സിൻ്റെ സ്റ്റഡി പ്ലാൻ പറയാം. ഞാൻ മാത്സിൻ്റെ സ്റ്റഡി പ്ലാൻ പറയുവാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ മാത്സ് അത്യാവശ്യം നല്ല ടഫാണ്. കാരണം എനിക്ക് മാത്സിനോട് അത്ര താല്പര്യമില്ല. ഞാൻ നിങ്ങളുടെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ കൂടുതൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് എജുപോർട്ടാണ്. കാരണം നല്ലതുപോലെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ലപോലെ മനസ്സിലാവുന്ന എജുപോർട്ടിലാണ് ഇപ്പോൾ മാത്സിന്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ചാനലാണ് ഇപ്പോൾ മാത്സ് ആയാലും മനസ്സിലാവുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പണ്ട് ഒക്കെയാണ് വേറെ ചാനലായിരുന്നു. ഇപ്പോൾ എനിക്ക് കൂടുതൽ മനസ്സിലാവുന്നത് നമ്മുടെ എജുപോർട്ടിലാണ്. അപ്പം അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാനാണെങ്കിൽ കാൽക്ലാസ് മാത്രമാണെങ്കിൽ ഇപ്പം അവർ 5 മണിക്കൂറാണ് ഇൻ്റഗ്രൽസിൻ്റെ വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പം അതിനേക്കാളും അത് പക്ഷേ നല്ലതുപോലെ ട്യൂഷനിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത റൂട്ട് തന്നെയാണ് ഞാൻ കുറച്ച് കണ്ടു നോക്കി സാറ് പഠിപ്പിക്കുന്നത്. പക്ഷേ അത്രയും സമയം ഇനി ബോറടിക്കുന്നു ഇങ്ങനെ കണ്ട്. അപ്പം അത്യാവശ്യം കുറച്ച് നേരം നോക്കിയത് കൊണ്ട് ഞാനാണെങ്കിൽ കാൽക്കുലസ് എന്ന് പറയുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നേരത്തെ മോഡലിൻ്റെ സമയത്ത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാണ് ഈ ഒരു 5 കാൽക്കുലസ് ചാപ്റ്റേഴ്സ് പഠിക്കുന്നത്. ബാക്കിയുള്ള 8 ചാപ്റ്റേഴ്സ് പഠിക്കുന്ന കൊണ്ട് ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ സോൾവ് ചെയ്യും. അത് ഞാൻ പറയാം. ഞാനിപ്പോൾ ഓരോ ചാപ്റ്റർ ഇപ്പം പഠിച്ചു, വീഡിയോ കണ്ടു. ഞാൻ കാൽക്കുലസ് ഇപ്പോഴേ നോക്കുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് കാൽക്കുലസ് നോക്കുന്നുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഓരോ ചാപ്റ്റർ ഇപ്പം ഫസ്റ്റ് ഇൻവേഴ്സ് നോക്കാം. ഇൻവേഴ്സ് ഞാനാണ് ഇപ്പം പഠിച്ചു. സാറ് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ബുക്കിനകത്ത് ഓരോ പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കണം. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എഴുതി വെക്കണം കാൽക്കുലസ്. അപ്പോൾ ഞാൻ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഒരു തവണ റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്തിട്ട് എൻ്റെ ഒരു ബുക്കുണ്ട്, NCERTയുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്. അല്ല നമ്മുടെ ടെസ്റ്റ് ആയാലും മതി. എൻ്റെ ടെസ്റ്റും ഉണ്ട്. അപ്പോൾ മാത്സിന് ടെക്സ്റ്റോ വല്ലതും വെച്ചിട്ട് വേണം നമ്മൾ എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് മാത്സിനകത്താണ് ഇതിനകത്ത് കിടക്കുന്നതെന്നാൽ കൊണ്ട് കുറേ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പം ടെസ്റ്റിനകത്ത് നോക്കാത്തത്. ഇത് സെയിം ആ ഒരു ടെക്സ്റ്റിൻ്റെ അതുപോലെ തന്നെയുള്ള ഇതാണ് NCERTയുടെ സൊല്യൂഷൻസ്. ഇത് എഞ്ചിനീയറിങ്ങിന് കീമിനൊക്കെ യൂസ് ചെയ്യുന്ന ബുക്കാണ്. അപ്പോൾ അതിനകത്ത് ഓരോ ചാപ്റ്ററിൻ്റെയും പല മോഡൽസ് ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ഇപ്പം നമ്മുടെ കെമിസ്ട്രി എക്സാം ഒക്കെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് മാത്സും ഒക്കത്തുള്ളൂ. കാരണം ഡബിൾ വാല്യൂഷൻ ക്വസ്റ്റ്യൻ ഉള്ള സിലബസ് സബ്ജക്റ്റ് എല്ലാം നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് എക്സാം നടത്തുന്നത്. അതും വരുന്ന ടീച്ചർമാരെന്ന് പറഞ്ഞാൽ കൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചർമാരാണ്. അപ്പം നമ്മൾ അതുപോലെ പ്രിപ്പയർ ചെയ്യണം. ഇനിയുള്ള എക്സാം എന്ന് പറഞ്ഞാൽ മാത്സ് നല്ല ടഫായിരിക്കാനാണ് സാധ്യത. കാരണം കെമിസ്ട്രിയും ഫിസിക്സും നല്ല ടഫായിരുന്നു. അത് സമയം പോലും കിട്ടാത്ത ദിവസം. അപ്പോൾ നമുക്ക് ഈ ഒരാഴ്ച നിന്നിട്ട് നമുക്ക് അത്രയും ടഫായിട്ട് തന്നെ ആയിരിക്കും എക്സാം പ്രതീക്ഷിച്ച് വേണം നമ്മൾ പോകാൻ. അപ്പോൾ അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇൻവേഴ്സ് പഠിച്ചിട്ട് ക്വസ്റ്റ്യനാണ് സോൾവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ ചാപ്റ്റർ അങ്ങനെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് പിന്നെ അവസാനം മാരത്തോൺ ഉണ്ടാണ് പോകുന്നത്. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക, എഴുതി തന്നെ ചെയ്യുക. നിങ്ങൾ ചുമ്മാ ക്ലാസ് കാണാതെ എഴുതി സോൾവ് ചെയ്യുക. ഞാനിപ്പോൾ അങ്ങനെയാണ് ആ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മാത്സ് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ്. എന്തെങ്കിലും ടിപ്പ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ നല്ലത് ഹെൽപ്ഫുള്ളാകും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ടിപ്പാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പം ഞാൻ എജുപോർട്ടാണ് ഫോളോ ചെയ്യുന്നത്. എനിക്കൊന്ന് ഒരുമാതിരി എല്ലാവരും ഇപ്പം എജുപോർട്ടെല്ലാം എജുപോർട്ടാണ് ഫോളോ ചെയ്യുന്നതെന്ന് എന്നോട് പറഞ്ഞു. അപ്പം നിങ്ങളേതാ ഇപ്പം ഫോളോ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാനിനി കെമിസ്ട്രി എക്സാം റിവ്യൂ പറയാം. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഞാൻ മാത്സ് പഠിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പം നീറ്റിൻ്റെ വ്ളോഗ്സൊക്കെ നീറ്റിനൊക്കെ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഇനി ആരെല്ലാം സ്റ്റാർട്ട് ചെയ്തോ എന്തുവായി നീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ GAB ഒക്കെ എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞായറാഴ്ച. അപ്പോൾ അതിനും പ്രിപ്പറേഷൻ ചെയ്യണം. അത് ഞാൻ വലുതായിട്ട് ചെയ്യുന്നില്ല. അത്യാവശ്യം സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ട് ബോർഡ് എക്സാം കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാനത് നോക്കുന്നുള്ളൂ. എന്തായാലും GAB എഴുതുന്നുണ്ട് ഞാൻ. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞാനാണെങ്കിൽ അതാണ് എൻ്റെ ഒരു മാത്സിൻ്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം കെമിസ്ട്രി എക്സാമിൻ്റെ ടോട്ടൽ റിവ്യൂ ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ കൊണ്ട് ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ കൊണ്ട് അത്യാവശ്യം നല്ലതുപോലെ ആണെങ്കിൽ എഫേർട്ടാണ് എല്ലാവരും എഴുതിയ എക്സാം. കാരണം ഫിസിക്സ് എക്സാം എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും നല്ല പേടിയുണ്ട്. പക്ഷേ എന്നാലും എല്ലാവരും ഉറപ്പിൽ പോയൊരു കാര്യം മോഡൽ എക്സാമിൻ്റെ ഒരു ഇത് വെച്ചാണ് എല്ലാവരും പോയത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളത് വെച്ചാണ് പോയെന്ന്. കാരണം ഞാനാണെങ്കിൽ ഓർത്ത് സിമ്പിളായിരിക്കും. കാരണം മോഡൽ എക്സാം എന്ന് പറയുമ്പോഴേക്കും എല്ലാ വർഷവും മോഡൽ എന്ന് പറയുമ്പോഴേക്കും പബ്ലിക്കിന് മുന്നേ നമുക്കൊരു സാമ്പിളായിട്ട് തരുന്നില്ലേ, ആ ഒരു സെക്ഷൻ ആ ഒരു പാർട്ട് പോലെ ആയിരിക്കും വരുന്നതെന്ന്. പക്ഷേ അതിൽ നിന്ന് ഏറ്റവും വിപരീതമായിട്ടാണ് നമുക്ക്
ഫിസിക്സ് വന്നേ. ഫിസിക്സ് എന്നാലും ഞാൻ ഫിസിക്സിന് റിവ്യൂ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൊണ്ട് എനിക്കന്ന് ഫുള്ള് ഹെൽത്തിന് നല്ല പ്രോബ്ലം ആയിരുന്നു. പിന്നെ ഓർത്ത് അത് കഴിഞ്ഞപ്പോഴേക്കും പനിയൊക്കെ പിടിച്ചാണെങ്കിൽ ഒരു ദിവസത്തെ ഗ്യാപ്പ് കിട്ടിയുള്ളൂ. അത് അന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു. അതും ഇതുപോലെയാണ് ഉറക്ക വളച്ചിരുന്ന് പഠിച്ചാണ് ഫുള്ള് പോയി എഴുതിയത്. അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴേ കിളിപോയി. പഠിച്ചതോടെ മറന്നു പോവാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴേക്കും. അങ്ങനെ ഒരു എക്സാം ആയിരുന്നു ഫിസിക്സ്. അപ്പോൾ ഫിസിക്സ് ഞാൻ കണ്ടു പോയപ്പോഴേക്കാണ് എല്ലാവരും പറഞ്ഞു, ഫിസിക്സ് ഫസ്റ്റ് എന്തായാലും എല്ലാ വർഷവും ഒരു എക്സാം പാടായിരിക്കും. അപ്പോൾ ഞാനും ആലോചിച്ചു, ഒരു എക്സാം പാടായിരിക്കും. കഴിഞ്ഞ കൊണ്ട് ഇതുപോലെ മാത്സ് എക്സാം പാടായിരുന്നു. അപ്പോൾ അത് വെച്ചാണ് ഞാൻ ബോട്ടണി ബയോളജി എഴുതാൻ പോയി. അപ്പം ബോട്ടണിയിൽ ഇതുപോലെ എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നത്. ഭൂരിഭാഗവും ബോട്ടണിയിൽ വന്നത് എൻട്രൻസിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. അപ്പോൾ ചില വേർഡ്സൊക്കെ മനസ്സിലാക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ഒരു എക്സാം ആയിരുന്നു. പക്ഷെ എന്നാലും ടോട്ടലി പറയുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. ഫിസിക്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബോട്ടണി കുഴപ്പമില്ലായിരുന്നു. അതെല്ലാവരും കെമിസ്ട്രി പിന്നെ പോയത്. കെമിസ്ട്രിയാണ് എന്തായാലും ഒരു വിഷയമുള്ള പാട്. അപ്പോൾ ഇപ്പോൾ 2 എണ്ണത്തോളം പാട്. ഇനിയിപ്പോൾ ഒന്നും കാണത്തില്ല എന്ന പ്രതീക്ഷയാണ് എല്ലാവരും കെമിസ്ട്രിക്ക് പോയി. അപ്പോൾ കെമിസ്ട്രി വന്നപ്പോഴോ മോഡൽ എന്ത് സിമ്പിളായിരുന്നു. സത്യം പറഞ്ഞാൽ മോഡൽ നല്ല സിമ്പിളാക്കിയിട്ട് പബ്ലിക് എക്സാം ടഫാക്കിയ ഒരു ഇതായിരുന്നു വന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത് കൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ പിന്നെ ആദ്യമേ മോഡലാണ് ഈ ടഫ് ആക്കണമായിരുന്നു. അത് നമുക്കൊരു സൂചന വരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യാൻ വെക്കും. മോഡൽ ടഫ്. അപ്പോൾ എല്ലാവരും ഓർത്ത് എന്താണ്, അത്യാവശ്യം നമുക്കാണെങ്കിൽ എഴുതാൻ പറ്റുമെന്ന് ഓർത്തുള്ള പ്രതീക്ഷയിൽ നല്ലതുപോലെ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്താണ്. എന്തായാലും ആരും എഫേർട്ട് ഇടതല്ല പോയേക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു ഇപ്പം ഈ ഒരു ഫിസിക്സ് എക്സാം കണ്ടപ്പോഴേക്കും എല്ലാവരും ഇത് പോയി ഇനിയെങ്കിലും അടുത്ത എക്സാമിന് പഠിക്കണമെന്ന് പറഞ്ഞ് പഠിച്ചു. ഇനിയിപ്പം കെമിസ്ട്രിയും കൂടി ഇങ്ങനെ ആയപ്പോൾ പിന്നെ ആണെങ്കിൽ ഇനിയിപ്പോൾ പഠിച്ചാലും തോക്കും പഠിച്ചില്ലെങ്കിലും തോക്കും എന്നൊരവസ്ഥയായി. ഇനിയിപ്പോൾ പഠിക്കുന്നില്ല എന്ന് പറയുന്ന ഫ്രണ്ട്സ് വരെ എൻ്റെ കൂട്ടത്തിലുണ്ട്. എന്നാലും പഠിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പക്ഷേ ഇവരിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോഴേക്കും കുറേ പേര് ഇത് ബാധിക്കുന്നുണ്ട്. കാരണം എൻ്റെ കൂടെ ഇരുന്ന പിള്ളേരൊക്കെയാണ് കുറേ പേര് കരയുന്നവരുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് ക്ലാസ്സിൽ നിന്ന് കരയുന്നവരുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ എന്ന് പറഞ്ഞാൽ കൊണ്ട് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി സ്ട്രിക്റ്റ്. സ്കോഡ് വരുമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ടാണെങ്കിൽ എല്ലാവരുടെ അടുത്ത് പോയിട്ടാണെങ്കിൽ ഫുള്ള് ചെക്കിങ് ആയിരുന്നു. അത്രയും സ്ട്രിക്റ്റുമായിരുന്നു. അത്രത്തോളം സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം 1 വേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്നും തിരിയാൻ സമ്മതിക്കത്തില്ല. അപ്പം തന്നെ അടുത്ത് വന്നിരിക്കും. ഞങ്ങളുടെ ക്ലാസ്സിൽ മാത്രമല്ല ഞങ്ങളുടെ സ്കൂളിൽ ഫുൾ അങ്ങനെ ആയിരുന്നു. പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പിന്നെ യൂട്യൂബിൽ നോക്കിയപ്പോഴേക്കും യൂട്യൂബേഴ്സൊക്കെയാണ് ഇടുന്നതിനകത്താണ് പിള്ളേർ പറയുന്നുണ്ട്. അവിടുത്തെ റെനയൊക്കെ ആണെങ്കിൽ പറയുന്നുണ്ട് അവരുടെ ക്ലാസ്സിലാണെങ്കിൽ ടീച്ചർ പോലും അത്രയും സ്ട്രിക്റ്റ് ആണ്. അപ്പം നമ്മുടെ ഈ ഒരു വന്നേക്കുന്ന ടീച്ചർമാരെല്ലാം സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിട്ട് നടത്തിയിട്ട് ഇത്രയും പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പറോടായിരുന്നു. അല്ലെ പിന്നെ ആണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇടുമ്പോഴാണ് ഈ ഒരു ലെവലിൽ നമ്മളെ ടീച്ചർമാരൊക്കെ ഒന്ന് ഇതാക്കി പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരം. കാരണം നമ്മളെ പഠിപ്പിക്കുന്ന ടോപ്പിക്കോടൊരു ബന്ധവും ഇല്ലാത്തതാണ് നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞങ്ങളെ ഇതുവരെ ചെയ്യിപ്പിച്ചിട്ടില്ല. ഇങ്ങനൊരു മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ടീച്ചർമാർ. എന്നിട്ട് പക്ഷേ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ കിളി പോയി. ആദ്യത്തെ ആണെങ്കിൽ 1 മുതൽ 5 വരെയുള്ള ആകെ ഈ ഒരു 2ാമത്തെ ക്വസ്റ്റ്യൻ മാത്രമേ ആൻസർ അറിയത്തുള്ളായിരുന്നു എല്ലാവർക്കും. ഞങ്ങളെന്നാലും ചോദിച്ച് ഒരു വ്യക്തി എന്നിട്ട് ഒത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് C ആണെന്ന് തോന്നുന്നു. പക്ഷേ C എഴുതിയപ്പോൾ ഒരുത്തൻ പറഞ്ഞു D ആണെന്ന് പറഞ്ഞു. പക്ഷേ C ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് തോന്നുന്നു. പിന്നെ ഇത് എഴുതി 0 ഓർഡർ. പിന്നെ ഇത് ഞാൻ കോപ്പറിന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബാക്കി ഇത് രണ്ടും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ എല്ലാം ഞാൻ ഏകദേശം ഒരു വ്യക്തി ഒപ്പിച്ചിട്ടുണ്ട്. കാരണം 2-3 എണ്ണം ഓക്കെ എളുപ്പമുള്ളതും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഒരു ഹാഫ് ലൈഫിൻ്റെ ഡിറൈവ് ചെയ്യുന്നത് അത് നോക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കൊണ്ട് ഇതൊക്കെ എനിക്ക് സ്കൂളിൽ ഇതൊന്നും പറഞ്ഞു പോലും തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് എന്തോന്ന് പോലും മനസ്സിലായില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ തന്നെ 1 വേർഡാണ് എല്ലാവരും നോക്കുന്നത്. 1 വേർഡ് നോക്കിയപ്പോൾ തന്നെ ഇത് പാടായി. പിന്നെ ഉള്ളതുകൂടെ അങ്ങ് മറന്നുപോയി. പിന്നെ ഒരു കാര്യം വരുന്നത് നമ്മുടെ ആൾഡോൾ കണ്ടൻസേഷൻ വന്നായിരുന്നു. സത്യം പറഞ്ഞാൽ അത് എഴുതി പഠിച്ചത് അത് ഫുള്ളി ഞാൻ കണ്ടപ്പോൾ തന്നെ ശ്വാസം വിട്ടാണ്. പിന്നെ ഇതെല്ലാം വായിച്ച് നോക്കി വന്നപ്പോഴേക്കും ഇതങ്ങ് മറന്നുപോയി. പിന്നെ ഈ ആൾഡോൾ കണ്ടൻസേഷൻ ചെയ്തിട്ടാണ് ഈ HVSന്റെ ഇക്വേഷൻ അത് മറന്നും പോയി. അങ്ങനെയായിരുന്നു എക്സാം. ഇപ്പം ലാസ്റ്റ് പാർട്ട് വരുവാണെങ്കിൽ ഇപ്പം വാൻഹോഫ് പാർട്ട് അറിയാമെങ്കിൽ ഇതിനെ ഡിറൈവ് ചെയ്യുന്നതാണ് കിട്ടുന്നില്ല. പിന്നെ ഇത് വന്നപ്പോഴേക്കും കോൾറോഷസ് ലോ അറിയാം, മേളത്തിൽ രണ്ടും കിട്ടുന്നില്ല. അങ്ങനൊരു അവസ്ഥയായി ഇപ്പോൾ എക്സാം വന്നപ്പോൾ. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, കരയണോ ചിരിക്കണോ എന്ന് അറിയത്തില്ല അവസ്ഥയായിപ്പോയി. അപ്പം നിങ്ങളുടെ എന്താ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത്രയും ഒരു എക്സാം ഇട്ടത്. പക്ഷേ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുമ്പോഴേക്കും ഒരു ഇതെങ്കിലും കാണിക്കാം. കാരണം നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ലാസ്റ്റ് കൊണ്ടുവച്ചിട്ട് +1 കൂടെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതുകൂടാതെ മാത്സ് എക്സാം ആണെങ്കിൽ നമുക്ക് ഓൺലൈനും ആക്കി. അപ്പോൾ ഇതെല്ലാം അനുസരിച്ചാണെങ്കിൽ കുറച്ചെങ്കിലും ലിബറലായിട്ട് ഇടായിരുന്നു. കാരണം ഇത്രയും ടഫാക്കി ഇടേണ്ട കാര്യമില്ലായിരുന്നു. എല്ലാ വർഷവും പറഞ്ഞ ഒരു 80% ക്വസ്റ്റ്യൻസ് ഈസി ക്വസ്റ്റ്യനും ഒരു 20% ക്വസ്റ്റ്യൻസ് ടഫ് ക്വസ്റ്റ്യനും ആയിരിക്കും. അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ ഉള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ ഇത്രയും ആപ്ലിക്കേഷൻ ഇടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇപ്പം മാത്സ് നമ്മൾ എന്തോ വിശ്വസിച്ച് എഴുതും, അതുപോലെ ടഫായിരിക്കും മാത്സ്. കാരണം ഒരാഴ്ചയോളം സമയം തന്നു. കഴിഞ്ഞ വർഷം നമുക്കാണെങ്കിൽ ഒരാഴ്ചയോളം സമയം തന്നിട്ടാണ് അങ്ങനെ എക്സാം ഇട്ടത്.
അപ്പോൾ എല്ലാവർക്കും നല്ല ടെൻഷനുണ്ട്. പക്ഷേ നിങ്ങളാരും ടെൻഷനൊരു സമയം കളയാൻ നിങ്ങളെ കൊണ്ട് പറ്റാവുന്നത്രയും ഹാർഡ് വർക്ക് ചെയ്യുക. ഞാൻ എന്നോട് സ്കൂളിൽ പറഞ്ഞ പിള്ളേരൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ പഠിച്ചില്ല A+ എടുത്തില്ലെന്നാ. A+ എടുത്തില്ല തോക്കുകയും ചെയ്യാം. എന്നാൽ പിന്നെ പഠിക്കാതിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ പഠിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്കാണ് മാർക്ക് പോകുന്നത്, വേറെ ഈ ഗവൺമെൻറ് ഒന്നും അല്ല. അപ്പോൾ ഈ എക്സോസ്റ്റ് പേപ്പർ ഇടുന്നവർക്കും അല്ല. അപ്പോൾ നമ്മൾ അതനുസരിച്ച് പഠിക്കുക, നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പം എന്തായാലും ഈ ഒരു എക്സാം പേപ്പർ എന്ന് പറഞ്ഞാലെ കൊണ്ട് അതുപോലത്തെ ഇതായിരുന്നു. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാലെ കൊണ്ട് നമ്മുടെ ഈ ഒരു 12th കാര്യം വേറെ ഒരു ന്യൂസ് റിപ്പോർട്ടേഴ്സ് ചാനലിലൊന്നും ചെയ്യുന്നില്ല. ആകെ 24 മാത്രമേ ഞാൻ കണ്ടുള്ളൂ ന്യൂസ്. പിന്നെ കുറേ ഇൻഫ്ലുവൻസേഴ്സും ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ നമ്മളെ പോലെയുള്ള +2 സ്റ്റുഡൻസ് തന്നെ ചെയ്യുന്നുണ്ട്. വേറെ ആരും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഇതിനൊന്നും ആരും ഒന്നും നോക്കാത്തത്. അപ്പം മാക്സിമം നമ്മളിതുപോലെ എന്തെങ്കിലും പറയുക, നമ്മുടെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എക്സാം? സത്യം പറഞ്ഞാൽ എനിക്ക് ടോട്ടലി പാടായിരുന്നു എക്സാം. എനിക്ക് A+ കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല. കെമിസ്ട്രിക്ക് അത്രയും ഇതായിട്ടായിരുന്നു, അത്രയും പാടായിരുന്നു എനിക്ക്. കാരണം ഉള്ളതുകൂടെ മറന്നു പോയൊരവസ്ഥയായിരുന്നു. അപ്പം പിന്നെയാണ് എനിക്ക് അത്രയും ദിവസമാണ് ഉറക്കം വളച്ചിരുന്ന് പഠിച്ചതിൻ്റെ ക്ഷീണമാണ് അതിൻ്റെ കൂടെ. ഈ ഒരു ചൂട്, ഈ ഒരു ഉച്ചയ്ക്കാണ് എക്സാം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നാമത്തെ കാര്യം നമുക്ക് ടൈമില്ല. ആ ടൈമില്ലാത്ത സമയത്ത് പലരും അങ്ങനെ ഉറക്കം വളച്ചിരുന്ന പഠിക്കുന്ന പിള്ളേർ ഫുള്ള്. അപ്പോൾ അതിനോട് ഈ നൊയമ്പ് പിടിക്കുന്ന പിള്ളേർ, ഇതെല്ലാം കൂടെ ഓർക്കുമ്പോഴേക്കും നമ്മുടെ ആരും നോക്കുന്നുമില്ല. അപ്പം നമുക്ക് വേണ്ടി പറയാൻ ഇപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥയായി. അപ്പം നിങ്ങളുടെ കാര്യം കമൻറ്റ് ചെയ്യുക. അതാണ് പിന്നെ ഒന്നുകൂടെ വ്ളോഗ് ഇത്രയും ദിവസം ഡിലേ ആയിട്ട് ഈ ഒരു വ്ളോഗ് ഇടുന്നത്. അപ്പോൾ ഗൈസ്, എൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ ടോട്ടലി പറയുകയാണെങ്കിൽ നല്ല ടഫായിരുന്നു എക്സാം. കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫിസിക്സിനേക്കാളും പാടായിരുന്നു. ഫിസിക്സ് എനിക്ക് ഇതിനേക്കാളും പിന്നെ എളുപ്പമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇടുക. പിന്നെ ആണെങ്കിൽ നമ്മൾ അതുപോലെ ഞാൻ ഇതൊക്കെ ഈ ഓരോ ചാപ്റ്ററിനും തിരിച്ചിട്ടാണ് അതുപോലെ പഠിച്ചതാണ്. ഇതുണ്ട് കുറേ ഇതുപോലെ എഴുതി പഠിച്ചു ഓരോ റിയാക്ഷനും. എന്നിട്ട് പോലും എഴുതാനൊക്കാത്ത അവസ്ഥയായി ഇപ്പോൾ ലാസ്റ്റ് ആൾഡോൾ കണ്ടൻസേഷൻ ആയിക്കോട്ടെ അതെല്ലാം. അപ്പോൾ ഗൈസ് എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. എന്നാലും എൻ്റെ ഒരു അവസ്ഥ ടോട്ടലി പറഞ്ഞതേ ഉള്ളൂ. എനിക്കിപ്പോഴും പനിയാണ്. അപ്പോൾ ഇനി അടുത്തുള്ള നെക്സ്റ്റ് വ്ളോഗ്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആരും ഒരു ടെൻഷൻ. ഞങ്ങളുടെ ടീച്ചർ ഇത് തന്നെയാണ് പറഞ്ഞത്. ടീച്ചർ ഇതുപോലാണെങ്കിൽ പഠിപ്പിച്ചിട്ടില്ല, ഇതുപോലെ ടഫായിട്ട് ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, ലിബറൽ ആക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം ലിബറൽ ആക്കാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് മാത്സ് എക്സാം തന്നെയാണ് ലിബറൽ ആക്കിയില്ല, അത്രയും ടഫായിട്ട് വന്നിട്ട് കഴിഞ്ഞ വർഷം. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മാത്സ് നിങ്ങൾ ഇനി ഇതിനെക്കുറിച്ച് ഒരു ടെൻഷൻ അടിക്കേണ്ട. ഇനി അടുത്ത എക്സാം നല്ലപോലെ പഠിക്കുക. ഡിഫിക്കൽട്ട് ആയാലും നമ്മൾ അത്രയും പ്രിപ്പയർ ചെയ്യുക. ഞാൻ എന്തായാലും അതിനാണ് ഇനി പോകുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് ഇമ്പ്രൂവ് ഉണ്ട് ഇനി 2 എണ്ണം. അപ്പോൾ അതിന് ഞാൻ വ്ളോഗ് നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. ഞാൻ മാത്സും ബയോളജിയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഈ ആഴ്ച എനിക്കാണ് GIBയുടെ പ്രിപ്പറേഷൻ ചെയ്യണം, അത് ഞാൻ വ്ളോഗ് ചെയ്യാം. അപ്പം ഗൈസ് ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറയണമെന്ന് തോന്നി. പിന്നെ അപ്പം പോൾ ഇട്ടപ്പോഴും കുറേ പേര് യെസ് കമൻറ്റ് ചെയ്ത്, അപ്പം അതുകൊണ്ടാണ് ഗൈസ്. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് എന്തായാലും ബൈ.